ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 31, 2024. നമുക്കറിയാം ഇന്ന് 2024 വർഷം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളം 2 തവണയാണ് ബംഗാളുമായി സ്പോർട്സ് രംഗത്ത് മത്സരിക്കുന്നത്. ഇന്ന് പകൽ മുഴുവൻ നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ, അതായത് വിജയ് ഹസാരെ ട്രോഫിക്ക് വേണ്ടിയുള്ള ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ കേരളം ബംഗാളിനോട് പരാജയപ്പെട്ടു. ഇനി നടക്കാൻ പോകുന്നത് കേരളവും ബംഗാളും തമ്മിലുള്ള സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരമാണ്. നമുക്കറിയാം ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ഒരു പവർ ഹൗസാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ലബ്ബുകളൊക്കെ ഉള്ളത് അവിടെയാണ്. മോഹൻ ബഗാൻ, മുഹമ്മദൻ സ്പോർട്ടിംഗ്, ഈസ്റ്റ് ബംഗാൾ. അതുകൊണ്ട് തന്നെ ഈ സന്തോഷ് ട്രോഫി തുടങ്ങിയ കാലം മുതൽ തന്നെ ബംഗാൾ തന്നെയാണ് അവിടുത്തെ ശക്തി കേന്ദ്രം. 1941 സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അതോടൊപ്പം റെയിൽവേയും സർവീസസും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെ നടന്ന മത്സരങ്ങളിൽ വെച്ച് 47 തവണയാണ് ബംഗാൾ ഇതിൻ്റെ ഫൈനലിൽ പ്രവേശിച്ചിട്ടുള്ളത്. വിവിധ പേരുകളിലാണെങ്കിൽ കൂടി ബംഗാൾ 47 തവണ ഫൈനലിൽ പ്രവേശിക്കുകയും 32 തവണ കിരീടം നേടുകയും ചെയ്തിട്ടുണ്ട്. കേരളം ഇപ്രാവശ്യത്തോടുകൂടി 16 തവണയാണ് ഇതിൻ്റെ ഫൈനലിൽ പ്രവേശിച്ചിട്ടുള്ളത്. 7 തവണ വിജയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വിജയിക്കുകയാണെങ്കിൽ കേരളത്തിന് ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ വിജയിക്കുന്ന സംസ്ഥാനം എന്ന പദവി ലഭിക്കുന്നതാണ്. കേരളം 7 തവണ വിജയിച്ചിട്ടുണ്ട്. പഞ്ചാബ് കേരളത്തിനേക്കാൾ ഒരു പടി മുന്നിലാണ്. 8 തവണ പഞ്ചാബ് വിജയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വിജയിക്കുകയാണെങ്കിൽ കേരളത്തിന് പഞ്ചാബിനൊപ്പം എത്താം. ഇപ്രാവശ്യം കേരളത്തിൻ്റെ ടീം വളരെ ശക്തമായ ടീമാണ്. നമുക്കറിയാം 10 മത്സരങ്ങളിൽ നിന്ന് ഒരു മത്സരവും പരാജയപ്പെടാതെ ആണ് കേരളം ഫൈനലിൽ എത്തിയിട്ടുള്ളത്. സെമി ഫൈനലിൽ കേരളം പരാജയപ്പെടുത്തിയത് ശക്തരായ മണിപ്പൂരിനെയാണ് 1-5 ഗോളുകൾക്ക്. ബംഗാളാകട്ടെ സർവീസസിനെയാണ് 2-4 ഗോളുകൾക്കാണ് സർവീസസിനെ ബംഗാൾ പരാജയപ്പെടുത്തിയത്. സർവീസസ് ആയിരുന്നു നിലവിലുള്ള ചാമ്പ്യന്മാർ. 10 മത്സരങ്ങളിൽ നിന്ന് കേരളം നേടിയത് 35 ഗോളുകളാണ്. കേരളത്തിൻ്റെ മുന്നേറ്റ നിരയിലുള്ള മുഹമ്മദ് അജിസൽ 10 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകൾ നേടിയിട്ടുണ്ട്. മറ്റൊരു താരമായ നസീബ് റഹ്മാൻ 10 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ നേടിയിട്ടുണ്ട്. സജീഷ് 5 ഗോളുകളും നേടിയിട്ടുണ്ട്. നമുക്കറിയാം മധ്യനിര താരമായ മുഹമ്മദ് റോഷൽ കഴിഞ്ഞ മത്സരത്തിൽ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു മധ്യനിര താരമായ ഗിൽബർട്ട് തമിഴ്നാടിനെതിരെ ഒരു ഗോൾ നേടിയത് നമ്മൾ കണ്ടതാണ്. ഏതായാലും എല്ലാവരും മികച്ച ഫോമിലാണ്. കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ബാക്ക് താരമായ പിൻനിര താരമായ സഞ്ജു ആണ്. കോച്ച് ബിബിൻ ജോർജ്. ഏതായാലും പക്ഷേ നമുക്കറിയാം ബംഗാൾ വളരെ ശക്തമായ ടീമാണ്. അവർക്കെതിരെ കേരളത്തിൻ്റെ താരങ്ങൾ എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. ഏതാനും മണിക്കൂറുകൾക്കകം ഇതിൻ്റെ ഫലം അറിയുന്നതാണ്. ഏതായാലും അടുത്ത അപ്ഡേറ്റ് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.